ഹലോ ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ ഷരാരയുടെയൊക്കെ കൂടെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 4 വയസ്സുള്ള കുഞ്ഞിന് പറ്റിയ ടൈപ്പാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ആ ഒരു ഏജിലുള്ളവർക്കൊക്കെ ആകുമ്പോൾ ഒരു 1/2 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാവേ. അതിനായിട്ടപ്പോൾ ചതുരത്തിലുള്ള നമ്മുടെ മെയിൻ വർക്കുള്ള പീസ് എടുത്തിട്ട് കറക്റ്റ് ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒരേപോലെ തന്നെ നമ്മൾ സൈഡ് അടിച്ചെടുക്കുന്നത് പോലെ ജസ്റ്റ് ഒരടി അടിച്ചെടുക്കണം. അപ്പോൾ അത് ഇങ്ങനത്തെയാണ് വരുന്നത്. എന്നിട്ട് അതൊന്നെടുത്ത് കറക്റ്റ് ലെവലിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തൊന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് 1/2 മീറ്റർ ഫാബ്രിക് മതി. എന്നിട്ട് അതിൻ്റെ വിത്ത് കുറച്ചിട്ട് നടുക്ക് കൂടെ കീറി എടുത്തിട്ട് അത് നമ്മുടെ ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അവർ 1 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നെറ്റ് ഫാബ്രിക്കാണ്. ഇതിനി ഒന്ന് പ്ലീറ്റ്സ് ആക്കി കുഞ്ഞു പ്ലീറ്റ്സ് ആക്കി ഒന്ന് അടിക്കണം. നെറ്റ് 2 ഞാനപ്പോൾ ഒരേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ മെയിൻ പീസും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ വശത്തേക്ക് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ നെറ്റ് എടുത്ത് അതിലേക്ക് ആ കറക്റ്റ് ലെവലിൽ എൻഡിൽ വരുന്നത് വരെ കറക്റ്റ് ലെവലിൽ എടുത്ത് വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ അടിച്ച് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഷോളിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഷോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു മജന്ത ബനിയൻ ആയതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് കളർ അറിയാൻ പറ്റാത്തത്. അപ്പോൾ കറക്റ്റ് ആ നെക്കിൻ്റെ പോർഷനിൽ തന്നെ ആ വർക്കും വരും. 1 സൈഡ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.